റോഡിലാണല്ലേ? ഇടി വെട്ടണല്ല, ട്രെയിനിന്റെ ഒച്ചയാണ്. ഉറക്കെ പറ. എവിടെ പോവാ? എടപ്പാള്. കാറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. ട്രെയിനാകുമ്പോൾ നമ്മൾ അവിടെ ഫ്രഷായിട്ട് ചെയ്യും. കാരണം പിന്നെ ചേട്ടനില്ല, ചേട്ടൻ സുഖമല്ല. വിശേഷങ്ങൾ എന്ത് പറയാം. ഹലോ, പാലു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടപ്പാള് പോയിരുന്നു കഴിഞ്ഞിട്ട് നേരെ ഗുരുവായൂർക്ക് വന്നിട്ടാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാനെ തൊഴാനായിട്ട് ഗുരുവായൂരെത്തി. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ഒരു റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ റൂമിലെത്തി. അപ്പോൾ വൈകുന്നേരം പോയി ഭഗവാന്റെ നടയിലൊന്ന് പോയി തൊഴുത് നാളെ വെളുപ്പിനെ കയറി തൊഴുതിട്ട് തിരിച്ചു പോകും. അപ്പോൾ ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലും കൂടെ കയറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പോകും. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരപ്പനായി ഇപ്പോൾ വന്നിങ്ങോട്ട് കയറിയുള്ളൂ. എടപ്പാളിന്ന് ആര്യയുടെ കുറച്ച് ഡ്രസ്സുകൾ എൻ്റെ ആവശ്യമായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഗുരുവായൂരെത്തി. ഇനി ഗുരുവായൂരിന്ന് നേരെ നാളെ കണിമംഗലം പോവും. അവിടുന്ന് തൃപ്പൂണിത്തുറയ്ക്ക് പോവും. അപ്പോൾ ഇപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒന്ന് നടയിൽ പോയെന്ന് വെറുതെ തൊഴാം എന്ന് വിചാരിച്ച് ഇറങ്ങാൻ. ഈ സമയത്ത് അകത്ത് കയറാൻ പറ്റില്ല. നാളെയാണ് രാവിലെ കയറിത്തോണ്ട്. ഇപ്പം നടയിൽ ഇതിപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ട് അവർ വിളിച്ച് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് തന്ന റൂമാണ്. ഒറ്റ റൂമില്ല, വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ റൂമും ഫില്ലാണ്. നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് തീരുമാനിച്ചത് രാവിലെയാണ്. അപ്പോൾ എടപ്പാള് വഴി പോണ വഴിക്ക് എവിടെയും കൂടെ ഭഗവാനെ ഒന്ന് തൊഴണമെന്ന് കുറേ നാളായി വിചാരിക്കണം. അപ്പോൾ ഇപ്പം ഭഗവാൻ ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പനും കൂടെ പോകണം ഇവിടെ എത്തണമെങ്കിൽ. അപ്പോൾ റൂം അന്വേഷിച്ചിട്ടൊന്ന് സാധാരണ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തൊരു റൂമാണ് എടുക്കാറ് സ്ഥിരം വരുമ്പോൾ. അതൊക്കെ ഫില്ലാണ്. വെക്കേഷനൊക്കെ തുടങ്ങി അതുകൊണ്ട് പിന്നെ അയ്യപ്പന്മാരുടെ തിരക്ക് എല്ലാം കൊണ്ട് റൂം കിട്ടിയില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും. ട്രെയിനിലും ഒക്കെ തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് ഇനി കാണാം. ഓക്കെ, എന്താ പറയാനുള്ള നമ്മൾ റൂമിലാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ആരെ പോവാ? ആരെ കാണാൻ പോവാ? കണ്ണനെ കാണാൻ പോവല്ലേ? പോയിട്ട് വരാന്ന് പറയാം. ബൈ ബൈ. ചേച്ചി ഡാൻസ് കളിക്കുന്നുണ്ടോ? എവിടെ? കുച്ചിപ്പുടിയാ? കുച്ചിപ്പുടി കളിക്കാറില്ലല്ലോ. ചേച്ചി മത്സരത്തിന് വേണ്ടി പഠിച്ചതല്ലേ കുച്ചിപ്പുടി? നമ്മൾ അമ്പലത്തിൽ വരാണ്ട് ഒരിക്കലും നിശ്ചയിച്ചിരുന്നതല്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അത്രയും ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞ കാരണം പെട്ടെന്ന് എവിടെയും കൂടെ കയറി തൊഴുതിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആര്യയ്ക്ക് അത് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആര്യക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ, അറിയില്ലാത്ത സ്ഥലമായതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് വന്നതാണ്. പോയിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഗുരുവായൂരെത്തി. പാലു പറയുക, കണ്ണാ ഞാൻ വന്നു, കണ്ണാ ഞാൻ വന്നു. ഇവിടെ ചോറ് കൊടുക്കാനാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇപ്പം അതിന് ശേഷം ആദ്യമായിട്ടാ. പാലു എന്താ ഓടുക? എൻ്റെ ദൈവമേ, ഒരു കുസൃതിയും അങ്ങനെയല്ല, നമുക്കങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ എന്താ പറയുക, അവളെ നോക്കട്ടോ. ഇവൾക്ക് അച്ഛൻ പറയായിരുന്നു, അയ്യോ എൻ്റെ കൊച്ച് ഭയങ്കര സൈലൻ്റാ, ഇവൾ നല്ല മോളാന്നൊക്കെ പറയായിരുന്നു. കുറുമ്പ് കാണിക്കുന്ന കുട്ടികൾ നല്ല മോളല്ല എന്നല്ല കേട്ടോ. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ മഞ്ചാരി വാരിച്ചു. പിന്നെ വൈക്കത്തൊരു കൃഷ്ണാമ്പലമുണ്ട്, അവിടെ ഗുരുവായൂരപ്പനാ ഉണ്ണിക്കണ്ണനായിരിക്കുന്നത്. അവിടെ ഞാൻ വാരിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ പറയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിന് ശേഷമാണ് ഇവളുടെ കുറുമ്പെന്നൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ് പ്രോ കുറുമ്പുകളാണ്. വയ്യ, എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ 1 കിലോ കുറഞ്ഞിട്ടുണ്ടാവും ഒരു ദിവസം കൊണ്ട്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടോ, ഞാൻ ഇവിടെ കൊടുക്കാം. പാലു തൊഴുതോ?
പാലു അഴിക്കണ്ട, ചെരുപ്പ് അഴിക്കണ്ട. ഇനി നമ്മള് പോവാ. ഫോൺ പിടിച്ചോ. ചെരുപ്പൂരണ്ട, ഇട്ടോളൂ. ഇത് ഭക്തി കുറച്ച് കൂടിപ്പോയോ? ഇത് ഇച്ചിരി ഓവർ ആവുന്നുണ്ടല്ലോ ഇവള്. പാലു നമ്മൾ എവിടെ നിക്കണേ? ഗുരുവായൂർ. ഗുരുവായൂരാണോ? ആ ഇവിടെ വന്നെന്ന് പറ. ഇവിടെ നിന്ന് പറ. പാലു ഇവിടെ വാ. ഗുരുവായൂരപ്പനെ കാണാൻ വന്നാ. നമ്മൾ അടുക്കും തോറും അവള് ബാക്കോട്ട് പോകും. പാലു അമ്മയും ചേച്ചിയും പോവാണേ. ബൈ. അമ്മയ്ക്ക് കുപ്പിവെള്ളം വേണോ? പാലു എവിടെ പോവാ? ടയേർഡാണോ? കൊറേ കടൽ വന്നല്ലേ. അങ്ങനെ ഞങ്ങള് അമ്പലത്തിൽ പോയി വന്നു. 2 മണിക്ക് ഞങ്ങള് ക്യൂവിൽ പോയി നിന്നതാ. ഇപ്പൊ 9:20, 9:45 ഞങ്ങൾ അമ്പലത്തിന്റെ അകത്ത് കിടന്നത്. അവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് അത് അനൗൺസ് ചെയ്തേക്കാണ് 10 മണി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ അകത്ത് കയറ്റില്ല എന്ന്. നമ്മൾ ഈ ക്യൂവിൽ കിടക്കുമ്പോൾ അവർ വിളിച്ചു പറയണം 10 മണി കഴിഞ്ഞാൽ 5 വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങളെ അകത്ത് കയറ്റാൻ പറ്റില്ല എന്ന്. നമ്മൾ 2 മണിക്ക് ക്യൂ നിന്നിട്ടാണ് 9:30 തുടങ്ങി. ഓരോ കാരണം പറഞ്ഞ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാറുണ്ട്. ഇപ്പൊ വെളുപ്പിനെ ഇന്നലെ രാത്രി 2 മണിക്ക് ഇപ്പൊ തൊഴുത് ഭൂമി വന്ന് കയറിയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കയറ്റിവിടാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതാണ്. നമ്മൾ ഇത്രയും സമയം 2 മണി വരെ ഇരുന്നിട്ട് പിന്നെ അവരവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ച് 9:30 ആയപ്പോൾ 9:45 ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കടന്നത്. അപ്പോൾ തൊഴുത് ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഭക്ഷണം കഴിക്കാൻ പോവാം. കാണാൻ പറ്റില്ല. കണ്ടല്ലോ ബാലു തൊഴുതല്ലോ. കാരണം എന്തൊക്കെയാണ് വിശേഷം?